പറയാതെ വന്നേ. വാ കേറിയിരിക്ക്. പിന്നെ എന്തുകൊണ്ട് വിശേഷം? നീ എന്തോന്നും പറയാതെ വന്നേ? എടി നിന്റെ മുഖത്തൊക്കെ ഇതെന്തോ പറ്റിയതാ? അതോ എടി, അത് രാഹുലിന്റെ ഓഫീസിൽ എന്തൊക്കെയോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം അവൻ എന്റെ മണ്ടയ്ക്ക് തീർത്തത്. കണ്ടില്ലേ ഈ റൂമൊക്കെ വലിച്ചേറിട്ടായിരുന്നത്? അമ്മാതിരി അടിയായിരുന്നു. അല്ല, നീ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നേ? അതിനെന്താ, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതല്ലേ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. അല്ല, ഈ കയ്യിതെങ്ങനെയാ പൊള്ളിയത്? അതൊന്നും പറയണ്ട. ഇന്നലെ വൈകിട്ട് അവന് ചായ കൊടുത്തതാ, പക്ഷെ കടുപ്പം കുറച്ച് കൂടിപ്പോയി. അവനതെടുത്ത് എന്റെ കയ്യിലൊഴിച്ചു. ചൂട് ചായ എടുത്ത് കയ്യിലൊഴിച്ചോ? ആ, സാധാരണ മുഖത്താണ് ഒഴിക്കുന്നത്. ഈ പ്രാവശ്യം എന്തോ ഭയത്തിന് കയ്യിലൊഴിച്ചു. ചായക്ക് ചൂട് കൂടുതലായിരുന്നു. മുഖത്തെങ്ങാണമായിരുന്നെങ്കിൽ പറയണ്ട. ഇവർ ഇത്രയും റിച്ച് ആയിട്ട് ഒരു സർവന്റിനെ പോലും വെച്ചിട്ടില്ലേ? സർവന്റോ? ഞാൻ വന്നതിന്റെ അടുത്ത ദിവസം തന്നെ സർവന്റിനെ പറഞ്ഞിട്ട്. ഞാനിവിടെ ഉള്ളപ്പോ എന്തിനാ സർവന്റ്? നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചായ എടുത്തു തരാം. ഇല്ല വേണ്ടടി, ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നേ. അയ്യോ എടി, എനിക്ക് കല്യാണത്തിന് വരാനൊന്നും പറ്റത്തില്ല. കാര്യം വേറൊന്നുമല്ല, എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ വീട് പോലും കണ്ടിട്ടില്ല. എന്തിനും ഈ വീടിന് പുറത്തു പോലും എനിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെ നിന്റെ കല്യാണത്തിന് വരാനോ? എന്തായാലും എന്റെ പ്രാർത്ഥനയൊക്കെ നിന്റെ കൂടെ കാണും. എന്റെ വീട്ടിൽ നല്ലൊരു ലൈഫ് നിനക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.